ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡെസേർട്ട് കപ്പാണ്. വളരെ എളുപ്പത്തിൽ ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഡിഷിനെ സെർവ് ചെയ്യാനും പറ്റും. നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും ആഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതിന് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓറിയോ ആണ്. അപ്പോൾ ഈ 3-4 ഓറിയോ ബിസ്ക്കറ്റ്സ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ സിപ്പർ ലോക്ക് ബാഗിലിട്ട് ഒരു റോളിംഗ് പിന്ന് വെച്ച് അടിച്ച് പൊടിച്ചെടുക്കുന്നതാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കുകയും വേണ്ട. ഞാൻ ഇന്നിവിടെ ചേർക്കുന്നില്ല, കാരണം നമ്മുടെ ഓറിയോയുടെ ഉള്ളിലുള്ള ക്രീം തന്നെ മതിയാവും അതിന് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കപ്പുകളിലോട്ട് മാറ്റാം. ഇത് എത്രത്തോളം കപ്പുകൾ നമുക്ക് വേണോ അത്രയും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മളിത് കപ്പിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനെ മറ്റൊരു കപ്പ് വെച്ച് പ്രസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ തന്നെ നമുക്ക് എത്രത്തോളം ആ ഒരു ഫസ്റ്റ് ലെയർ വേണം അത്രയും നമുക്ക് ഈ ഓറിയോയുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെയുള്ള മറ്റൊരു കപ്പ് വെച്ച് ഇതിനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അത് ഇളകിപ്പോകുന്നൊന്നുമില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ടതൊന്നും യാതൊരു ആവശ്യമില്ല. നെക്സ്റ്റ് ലെയർ നമ്മൾ കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഞാനിവിടെ വാനില ഫ്ലേവർ ഐസ്ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഐസ്ക്രീമും യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മളൊരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടാവുന്നൊന്ന് സ്മൂത്താക്കി എടുക്കാം. മെൽറ്റ് ചെയ്യരുത്, എന്നാലും നല്ല സ്മൂത്തായിട്ട് നമുക്കതിന് പൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. ഈ ഒരു റെസിപ്പി നമുക്ക് നോ ഫയർ അല്ലെങ്കിൽ ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷൻസിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ട്, നമ്മൾ ഒരുപാട് സമയം പുറത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഐസ്ക്രീം മെൽറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ജെലറ്റിൻ മിക്സ് ചെയ്ത് ചേർത്ത് മെൽറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ ബാക്കിയുള്ള ലേയേഴ്സ് ചെയ്യാം. നമ്മളിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെയർ ചെയ്തതിന് ശേഷം ഇതിനെ ഫ്രീസറിൽ സൂക്ഷിക്കാം. അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ നെക്സ്റ്റ് ലെയർ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ചെയ്തെടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കുന്നത് കുറച്ച് ബെറീസ് ആണ്. ഇവിടെ സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. മാംഗോസോ അല്ലെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറീസ് കൊടുക്കുകയാണ്. ഈ സ്ട്രോബെറീസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്ന്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കപ്പിലും ഒരുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രോബെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ മാറ്റി വെക്കുകയാണ്. ഇത് വേണം. അതിനുശേഷം ഒരു ലെയറും കൂടെ ഫ്രൂട്ട്സ് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ പെർസിമോൺ എടുത്തിരിക്കുന്ന ഒരു യെല്ലോ കളറുള്ള ഫ്രൂട്ടാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാണുമ്പോൾ ഒരു യെല്ലോ കളറും അതുപോലെ റെഡും കോമ്പിനേഷനിൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കോമ്പറ്റീഷൻസിനൊക്കെയാണ് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ പണികൾ തുടങ്ങുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഐസ് ഇട്ട് വെച്ച പാത്രത്തിലോട്ട് ഈ കപ്സിൽ ഇറക്കി വെച്ചെടുത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പെർസിമോണിൻ്റെ ലെയറും കൂടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ നമുക്ക് ഐസ് ഇട്ട് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചാലും മതിയാവും, വലിയ കുഴപ്പമൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് ലെയർ വേണ്ടിയിട്ടുള്ള സ്മൈലി കുക്കീസാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ചേർക്കാം. അതിലും ഓൾറെഡി എന്തുണ്ട്, ക്രീം ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിൽ ബട്ടർ മെൽറ്റഡ് ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഈ കുക്കീസ് മാത്രം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണാം, അതിൻ്റെ ടെക്സ്ചർ നല്ല ഒരു ക്രംപ്ലി ആയിട്ടുള്ള ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പുഡിങ്ങിൻ്റെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ലെയേഴ്സിൻ്റെ മുകളിൽ ഈ ഒരു ലെയറും കൂടെ കൊടുക്കാം. ഈ ലെയറിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മളിവിടെ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുക്കി ക്രംസ് ഞാൻ എല്ലാ കപ്സിലും ഇവിടെ ചെയ്തിട്ടുണ്ട്. കൈവച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ലാസ്റ്റ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്, മിൽക്ക് മെയ്ഡ്. അത് ഓരോ സ്പൂണ് വീതം ചേർത്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്താലും മതി. അതും നല്ല ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ഡെസേർട്ടിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു സ്പൂൺ വെച്ച് അതിനിങ്ങനെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ നല്ല എല്ലാ സ്ഥലത്തും കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നമ്മുടെ സ്മൈലി കുക്കീസിൻ്റെ ഒരു പോർഷൻ മാത്രം, നമ്മൾ ആ സാൻഡ്വിച്ച് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല, അതിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ചേർത്തേക്കുന്നത്. ഓക്കെ, അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോർട്ട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.